ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും. ഫോറൻസിക് ഫലം ഇന്നും ലഭിച്ചില്ല. ഫലം ലഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. മരണത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട അതുല്യയുടെ സഹോദരി ഷാർജ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഷിനോജ് ഷംസുദ്ദീൻ ഷാർജയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ്, ഈ ഫോറൻസിക് ഫലം ഇനിയും വൈകുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കേസിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ കുടുംബത്തിന്റെ തീരുമാനം? ഈ ഫോറൻസിക് ഫലം എന്നത്തേക്ക് ലഭിക്കുമെന്ന് കരുതണം? അമൃത, ഈ മാസം 19-നാണ് അതുല്യ മരിച്ച നിലയിൽ ഫ്ളാറ്റിൽ കണ്ടെത്തുന്നത്. തൊട്ടടുത്ത ദിവസം പിന്നീട് വാരാന്ത്യ അവധി ദിവസങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് പോസ്റ്റ്മോർട്ടമൊക്കെ പൂർത്തിയായി ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായി. നാളെ വീണ്ടും വാരാന്ത്യ ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ ഇവിടെ അവധിയാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കണമെങ്കിൽ ഇനി തിങ്കളാഴ്ചയാണ് അത് സാധിക്കുക. അതിനിടയിൽ ഫോറൻസിക് റിപ്പോർട്ട് വരുമോ എന്നുള്ള കാര്യം ഉറ്റുനോക്കുന്നുണ്ട്. പക്ഷേ അതും തിങ്കളാഴ്ചയായിരിക്കും ലഭിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക. നമുക്കറിയാം, ചവറ തെക്കുംഭാഗം പോലീസ് അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റമടക്കമുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുടുംബം വളരെ ശക്തമായ നിലയിൽ ഗാർഹിക പീഡനം നടന്നു, ഈ മരണത്തിൽ സംശയമുണ്ട് എന്ന നിലയിൽ കേസുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ തുടർച്ചയായി അതുല്യയുടെ സഹോദരി അഖില, അതേപോലെ സഹോദരി ഭർത്താവ് ഗോകുൽ എന്നിവർ ഷാർജ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. അവർ ഇത് സ്ഥാപിക്കുന്ന ഡിജിറ്റൽ തെളിവുകളടക്കമുള്ള നേരത്തെ പുറത്ത് വന്ന വീഡിയോകളടക്കം ഷാർജ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഫോറൻസിക് പരിശോധനയിൽ തന്നെ കുറച്ചുകൂടി വിശദമായ പരിശോധന നടത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദേഹത്തുള്ള മുറിവുകൾ, അതേപോലെ ചതവുകൾ എന്നിവ വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരിക എന്നാണ് അറിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷാർജയിൽ ഏത് നിലയ്ക്കാണ് ഈ കേസ് മുന്നോട്ട് പോവുക. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇന്ന് ഈ കൊലപാതകമാണോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഈ കേസിൽ ഉണ്ടാകുമോ എന്നറിയണമെങ്കിലും ഈ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. അമൃത.